റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ചെറിയൊരു സന്ദേശമാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ അപ്പുറത്തൊരു കാര്യങ്ങളിലേക്ക് നാം അതിനൊരു സ്ട്രെയിൻ എടുക്കണ്ടാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനൊരു ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, നാം കഴിയുന്നത് നാം ചെയ്യാം, ബാക്കി ദൈവം ചെയ്യട്ടെ. നാം പാതി ദൈവം പാതി എന്ന് പറഞ്ഞ കാര്യമല്ല ഞാൻ പറയുന്നത്. മനുഷ്യൻ ഭൂമിയിൽ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്, ചെയ്യാതെ ദൈവം ചെയ്യുമെന്ന് പറയരുത്. വേദപുസ്തകം പറയുന്ന ചെങ്കടലിന് മുമ്പിൽ മോശ എന്ന ആ ദൈവദാസൻ നിൽക്കുമ്പോഴേ ദൈവം തന്നോട് വടി നീട്ടി ചെങ്കടൽ വിഭാഗിക്കുക എന്ന് പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. തനിക്ക് അവിടെ വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല, അങ്ങനെ കടലാക്കി മാറ്റാനൊക്കത്തില്ല. പക്ഷെ താൻ ആ വാക്ക് കൽപ്പിച്ച് വടി നീട്ടി, ബാക്കി ദൈവം കാറ്റടിച്ച് അത് പുലർത്തി. അപ്പൊ ദൈവം ചെയ്യേണ്ട ഡ്യൂട്ടി അല്ലെ നമ്മൾ ക്ഷീണിച്ചു, നമുക്ക് വെള്ളം മാറ്റാനൊക്കത്തില്ല. പലരും അങ്ങനെയാണ്, അവരുടെ ആരോഗ്യത്തിൽ കവിഞ്ഞ് അല്ലെ അവരുടെ പ്രാപ്തിക്ക് മീതെ ഒത്തിരി നല്ലതാണ്, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം. പക്ഷെ നമ്മുടെ ആരോഗ്യം നശിക്കുന്നതോ നമ്മുടെ വ്യക്തിത്വത്തിന് ഡാമേജ് വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, വേണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ തന്നെ അത് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം. ചില കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പം അവരെയൊക്കെ വലിയ പൊക്കമുള്ളത് അവർ കയറാനൊക്കത്തില്ല, പക്ഷെ അവരിങ്ങനെ നോക്കും, സഹായം അഭ്യർത്ഥിച്ച് നോക്കും. അപ്പൊ ആരെങ്കിലും വരുമ്പോൾ അവർ കൈ നിവർത്തും. പക്ഷെ അടുത്ത ഒരാൾ, ആരോഗ്യമുള്ള ഒരു മുതിർന്ന ഒരാൾ റെഡിയാണ് ആ കുഞ്ഞിനെ ഉയർത്തി ആ ഭാഗത്തേക്ക് വരുന്നത്. അതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ആ സഹായ ഹസ്തങ്ങൾ നമ്മൾ വരുമ്പോൾ നമ്മളവിടെ താഴുകയല്ല. കാരണം നമുക്ക് ഈ എടുക്കുന്ന ശ്വാസം പോലും എടുക്കാനും പുറത്തേക്ക് വിടാനും നമ്മളെ കൊണ്ട് കഴിയത്തില്ല, നമുക്കൊക്കെ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് നാം ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴും ദൈവമേ എനിക്കത് കഴിയത്തില്ല, വേറൊരു വാക്കുണ്ട്, സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആൾ, എനിക്കത് കഴിയത്തില്ല എന്ന് നാം പറയുമ്പോൾ ദൈവം റെഡി. അതാണ് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിനെല്ലാം സാധിക്കും. മനുഷ്യർക്കെല്ലാം അസാധ്യം, മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവം ചെയ്യും. അതാണ് ദൈവം എന്ന് പറയുമ്പോൾ ആ പ്രത്യേകത അവിടെ വരുന്നത്. അവൻ നമ്മളെ കരം പിടിച്ച് സഹായിക്കാൻ ആ ദൈവം ശക്തനാണ്. അതുകൊണ്ട് നാം ചെയ്യേണ്ടതൊക്കെ ചെയ്താൽ മതി. ആ വലിയവനായ ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ നമ്മെ അവൻ അടുത്ത ലെവലിലേക്ക് കരം പിടിച്ച് മാനിച്ച്, ഇവിടെ ഇങ്ങനെ പറയാം, മാനിച്ച് ദൈവം നടത്തും. നമുക്ക് പ്രയാസമുള്ളത് നമ്മൾ അവിടെ ഒരു കുഞ്ഞ് അമ്മയെന്ന് വിളിച്ച് സഹായത്തിന് അഭ്യർത്ഥിക്കുന്ന പോലെ ദൈവമേ നാം വിളിക്കുമ്പോൾ സഹായിക്കുന്ന കരങ്ങളുണ്ട്, ശാശ്വത ഭുജങ്ങളുണ്ട്. നമ്മളെ സഹായിക്കാൻ മാത്രമല്ല രക്ഷിക്കാൻ ദൈവം ശക്തനാണ്, ജീവൻ തരാൻ ശക്തനാണ്, നിത്യത വരെ നമ്മളെ സൂക്ഷിക്കാൻ ശക്തനാണ്. ദൈവം സഹായിക്കട്ടെ. ഇനിയും വിധി കടന്നു വരുന്നിടം വരെ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.